പണ്ട് പണ്ടൊരു ഗ്രാമത്തിലെ ഒരു വലിയ മരത്തിന് മുകളിൽ ഒരു കൊക്ക് ജീവിച്ചിരുന്നു. ആ മരത്തിന് താഴെയായി നിറയെ മീനുകളുള്ള ഒരു തടാകവും ഉണ്ടായിരുന്നു. തടാകത്തിൽ നിന്ന് മീനുകളെയും തിന്ന് അങ്ങനെ സുഖമായി ജീവിക്കുകയായിരുന്നു കൊക്ക്. അങ്ങനെ നാളുകൾ കുറേ കഴിഞ്ഞപ്പോൾ വയസ്സായപ്പോൾ കൊക്കിന് മീൻ പിടിക്കാൻ പറ്റാതായി തുടങ്ങി. ഭക്ഷണമൊന്നും ശരിക്ക് കഴിക്കാൻ പറ്റാതെ മീൻ പിടിക്കാനാകാതെ കൊക്കങ്ങ് ക്ഷീണിച്ചു പോയി. ഭക്ഷണം ശരിക്ക് കഴിക്കാതെ ഇങ്ങനെ പട്ടിണി കിടന്നാൽ ചത്തുപോകുമെന്ന് മനസ്സിലാക്കിയ കൊക്ക് എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചേ മതിയാകൂ എന്ന് മനസ്സിൽ ചിന്തിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ കൊക്ക് വളരെ വിഷമിച്ച് തടാകത്തിന്റെ കരയിൽ വന്നിരുന്നു. ഇത് കണ്ട അവിടെ താമസിച്ചിരുന്നൊരു ഞണ്ട് കൊക്കിനടുത്തേക്ക് പോയി ചോദിച്ചു, എന്തു പറ്റി? നിങ്ങൾ വളരെ വിഷമത്തോടെയാണല്ലോ ഇന്ന് ഇരിക്കുന്നേ. ഇത് കേട്ടയുടനെ കൊക്ക് വളരെ സൂത്രത്തിൽ ഞണ്ടിനോട് പറഞ്ഞു, എന്തു പറയാൻ കൂട്ടുകാരാ, ഈ ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് ഈ തടാകം മൂടാൻ പോവാത്രേ. മീനുകളെല്ലാം ചത്തുപോയാ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും? വേറെ എവിടെയെങ്കിലും പോയി മീൻ പിടിച്ച് ജീവിക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ ഓരോ വിധി. ഇത് കേട്ട ഉടനെ ഞണ്ട് ഉടനെ പോയി തന്റെ കൂട്ടുകാരായ മീനുകളോടെല്ലാം പറഞ്ഞു. ഇത് കേട്ട പേടിച്ച മീനുകൾ എല്ലാവരും കൂടി വേഗം കൊക്കിനടുത്തേക്ക് പോയി സഹായിക്കണേ എന്ന് പറഞ്ഞു. തന്റെ സൂത്രമേറ്റെന്ന് കൊക്കിന് മനസ്സിലായി. കൊക്ക് പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുണ്ട്. നിങ്ങളിൽ കുറച്ചു പേർ എന്നും എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ പതിയെ അപ്പുറത്തെ കുളത്തിൽ കൊണ്ടാക്കി തരാം. ഇത് കേട്ട മീനുകൾക്ക് വളരെ സന്തോഷമായി. അടുത്ത ദിവസം തന്നെ കൊക്ക് പറന്നു വന്നതും കുറച്ച് മീനുകൾ കൊക്കിന് മുന്നിലെത്തി. അങ്ങനെ കൊക്ക് അവരെ കൊത്തിയെടുത്ത് പറന്ന് മുകളിലേക്ക് പോയി. ഇത് ഇങ്ങനെ പതിവായി തുടർന്നു. അങ്ങനെ ഒരു ദിവസം ഞണ്ടിന്റെ അവസരമെത്തി. കൊക്ക് എന്നും ചെയ്യുന്നത് പോലെ ഞണ്ടിനെ അങ്ങ് കൊത്തിയെടുത്തു. എന്നിട്ട് മുകളിലേക്ക് പറന്നു. കുറേ നേരം പറന്നു കഴിഞ്ഞപ്പോൾ ഞണ്ട് കൊക്കിനോട് ചോദിച്ചു, അല്ല, പുതിയ കുളത്തിലേക്ക് ഇനി എത്ര ദൂരം കൂടി പോകണം? ഇത് കേട്ട് കൊക്ക് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്താ ഇത്ര മണ്ടന നിങ്ങളെല്ലാവരെയും രക്ഷിക്കാൻ? താഴെയുള്ള പാറയിൽ കിടക്കുന്ന കുറച്ച് മുള്ളകളെ കാണിച്ച് കൊക്ക് പറഞ്ഞു, നീ അങ്ങോട്ടൊന്ന് നോക്കിയേ, നിന്റെ കൂട്ടുകാർ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇനി നിന്റെ അവസരമാണ്. എനിക്ക് വയ്യ. ഞണ്ടിന് വല്ലാതെ സങ്കടവും ദേഷ്യവുമെല്ലാം വന്നു. ഈ കൊക്കിനെ വെറുതെ വിട്ടാൽ ശരിയാകില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മൂർച്ചയുള്ള തന്റെ ഇറുക്കുകാലുകൾ കൊണ്ട് കൊക്കിന്റെ കഴുത്തിൽ ആഴത്തിൽ മുറിച്ചു. വേദന സഹിക്കാൻ പറ്റാതെ പറക്കാനാകാതെ താഴേക്ക് വീണ് ആ കൊക്കിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഒരു വിധത്തിൽ ഞണ്ട് പഴയ തടാകത്തിലേക്ക് തിരിച്ചെത്തി. എന്നിട്ട് തന്റെ കൂട്ടുകാരായ മീനുകളെല്ലാം വിളിച്ച് കൊക്കിന്റെ വേലത്തരങ്ങളെല്ലാം വിശദമായി എല്ലാവരോടും പറഞ്ഞു കൊടുത്തു. നെല്ല് വിതച്ചവൻ നെല്ല് കൊയ്യും, ആപത്ത് വിതച്ചവൻ ആപത്തും കൊയ്യും.